അടുത്തത് പഠിക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് കമ്പനീസ് ആണ്. രണ്ട് കമ്പനീസ് ഉണ്ട്, പ്രൈവറ്റും പബ്ലിക്കും. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം ഒരു കമ്പനിയിൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 ലക്ഷമാണെങ്കിൽ ദാറ്റ് ഈസ് എ പ്രൈവറ്റ് കമ്പനി എന്നാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സിന് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ മെമ്പേഴ്സ് ആവാൻ പറ്റുന്നത് 50 പേർക്ക് മാത്രമാണ്. 50 പേരിൽ കൂടുതൽ ആൾക്കാർക്ക് അതിൽ മെമ്പേഴ്സ് ആവാൻ പറ്റില്ല. ഇനി പബ്ലിക്കിന് അവരുടെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനോ പറ്റില്ല. ഇനി പുറത്തുനിന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്ന്, അതായത് കമ്പനിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ, അതിപ്പോൾ കമ്പനിയിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെമ്പേഴ്സ് ആണെങ്കിലും കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ റിലേറ്റീവ്സ് ആണെങ്കിലും വേറെ ആരാണെങ്കിലും അവർക്ക് ആ കമ്പനിയിൽ യാതൊരു വിധത്തിലുള്ള പങ്കാളിത്തം ഇല്ല. അതിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് കമ്പനി ഒരു ഡെപ്പോസിറ്റും സ്വീകരിക്കില്ല. ഇനി പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പ്രകാരം പ്രൈവറ്റ് കമ്പനി അല്ലാത്തത് ഒരു പബ്ലിക് കമ്പനിയാണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷെയർസ് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. 5 ലക്ഷം മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാവണം. ഓക്കെ, മെമ്പേഴ്സിന് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇനി പബ്ലിക് കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചാണ്. അത്രയും പേർക്ക് മെമ്പേഴ്സ് ആവാം. ഇല്ലെങ്കിൽ ഇനി ഷെയർസ് ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ 7 പേരിന് കുറവുള്ള ആൾക്കാരെ മാത്രമേ അതിൽ മെമ്പേഴ്സായിട്ട് ഉണ്ടാവുള്ളൂ. അതായത് 1 തൊട്ട് 6 വരെയുള്ള മെമ്പേഴ്സ്, അതായത് 6 പേർ വരെ മെമ്പേഴ്സ് ആവാനുള്ള അവകാശം അതിൽ ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. ഇനി പ്രൈവറ്റ് ലിമിറ്റഡും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്താണെന്നാണ്. ഇത് എക്സാമിന് ചോദിക്കുമ്പോൾ ഡിസ്റ്റിങ്വിഷും അങ്ങനെ ചോദിക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപയാണ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ 5 ലക്ഷമാണ്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 50ൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല. പബ്ലിക് കമ്പനിയിൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ അത് മാക്സിമം ആൾക്കാരിലുള്ള റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. മിനിമം എത്ര പേര് വേണമെങ്കിലും ആകാം. ഇനി പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശമില്ല. അതിൽ ചില നിബന്ധനകളുണ്ട്. പബ്ലിക് കമ്പനി ആണെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാം.